ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു CMS ക്രിയേഷൻസ്. നമ്മൾ നോക്കാൻ പോകുന്നത് +1 മാത്തമാറ്റിക്സിലെ ഫസ്റ്റ് ചാപ്റ്റർ സെറ്റ്സിലെ എക്സസൈസ് 1.3 ക്വസ്റ്റ്യൻ നമ്പർ 2 ആണ്. എക്സാമിൻ വെദർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ആർ ട്രൂ ഓർ ഫോൾസ്. താഴെ തന്നിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകൾ ട്രൂ ആണോ ഫോൾസ് ആണോ എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ നമുക്ക് ഓരോന്നും നോക്കാം. ഫസ്റ്റത്തത് സെറ്റ് എ ബി നോട്ട് എ സബ്സെറ്റ് ഓഫ് സെറ്റ് ബി സി എ. ഫസ്റ്റത്തെ സെറ്റ് രണ്ടാമത്തെ സെറ്റിൻ്റെ സബ്സെറ്റ് അല്ല എന്നാണ് പറയുന്നത്. അത് ചെക്ക് ചെയ്യാൻ നിങ്ങൾ ചെയ്യേണ്ടത് ഫസ്റ്റത്തെ സെറ്റിലുള്ള എല്ലാ എലമെൻറ്റും രണ്ടാമത്തെ സെറ്റിലുണ്ടോ നോക്കിയാൽ മതി. എ എന്ന് പറയുന്ന എലമെൻറ്റ് ദാ ഇതിലുണ്ട്, ബി എന്ന് പറയുന്ന എലമെൻറ്റും ദാ ഇതിലുണ്ട്. ഓക്കെ, അപ്പോൾ ഫസ്റ്റത്തെ എലമെൻറ്റ് എല്ലാം രണ്ടാമത്തെ എലമെൻറ്റിലുണ്ട്. അപ്പോൾ നോട്ട് എ സബ്സെറ്റ് അല്ല വേണ്ടത്, സബ്സെറ്റ് എന്നാണ് വേണ്ടത്. അപ്പോൾ ഈ തന്നിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? ഫാൾസ് ആണ്. ഓക്കെ, ഇനി രണ്ടാമത്തെ നോക്കുമ്പോൾ എ ഇ ഇസ് എ സബ്സെറ്റ് ഓഫ് എക്സ് ഇസ് എ വവൽ ഇൻ ഇംഗ്ലീഷ് ആൽഫബറ്റ്. ഏതൊക്കെയാണ് ഇംഗ്ലീഷ് ആൽഫബറ്റിലെ വവൽസ്? എ, ഇ, ഐ, ഒ, യു അല്ലേ? എ, ഇ, ഐ, ഒ, യു ആണ് വവൽസ് എന്ന് പറയുന്നത്. അപ്പോൾ എ ഇതിലുണ്ടോ നോക്കിയേ, ദാ ഉണ്ട്. ഇ ഇതിലുണ്ടോ നോക്കിയേ, ഉണ്ട്. ഓക്കെ, അപ്പോൾ എ ഇ എന്ന് പറയുന്നത് വവൽസിൻ്റെ സബ്സെറ്റ് അല്ലേ? ആണ്. ട്രൂ. ദെൻ അടുത്തത് 1 2 3 1 3 5. ഓക്കെ, ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നാണോ? അല്ല, ഫോൾസ് ആണ്. നോക്കിയേ, 1 ഉണ്ട്, 2 ഉണ്ട്, പക്ഷെ 2 ഇല്ല. അപ്പോൾ ഫസ്റ്റത്തെ സെറ്റ് രണ്ടാമത്തേൻ്റെ സബ്സെറ്റ് അല്ല. സോ ഇവിടെ സബ്സെറ്റ് ആണ് എന്നാണ് പറയുന്നത്. സോ ഇറ്റ് ഈസ് എ ഫോൾസ് സ്റ്റേറ്റ്മെൻറ്റ്. ഇനി നാലാമത്തത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എ എന്ന് പറയുന്ന സെറ്റ് നമുക്ക് തന്നിട്ടുണ്ട്. എ എന്ന് പറയുന്ന സെറ്റ് സബ്സെറ്റ് ഓഫ് സെറ്റ് എ ബി സി. അപ്പോൾ നമ്മൾ നോക്കേണ്ടത് ഈ എ എന്ന് പറയുന്ന ഈ എലമെൻറ്റ് ഇതിലില്ലേ നോക്കിയേ, ഉണ്ട്. അപ്പോൾ രണ്ടാമത്തേൻ്റെ സബ്സെറ്റ് അല്ലേ ഫസ്റ്റത്തത്, അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ അല്ലേ? അതുകൊണ്ടാണ് ട്രൂ എന്ന് എഴുതിയിരിക്കണം. ഇനി അടുത്തത് എ എന്ന് പറയുന്നത് ഫാൾസ് ആണ്. നോക്കുക നമുക്ക്. എ എന്ന് പറയുന്നത് ഇതിൽ എ ഉണ്ടോ? ഉണ്ട്, പക്ഷേ സംഭവം എന്താണെന്നറിയോ? ഇതിന് സെറ്റ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം ശരിക്ക് ഈ സിമ്പൽ അല്ല ഇവിടെ വേണ്ടത്, ഇവിടെ സബ്സെറ്റിൻ്റെ സിമ്പലാണ് വേണ്ടത്. ഈ സിമ്പൽ എന്തിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്? എലമെൻറ്റിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇത് ശരിക്കും എങ്ങനെയാണ് വരേണ്ടതെന്ന് അറിയോ? ജസ്റ്റ് വെറും എ എന്ന് എഴുതിയിട്ട് ബിലോങ്സ് ടു ആ സെറ്റ് എന്നാണ് വേണ്ടത്. പക്ഷേ ഇങ്ങനെ ഒരു സിമ്പൽ ഇട്ട് കഴിഞ്ഞാൽ ഇതിനർത്ഥം എന്താണെന്നറിയോ? ഇങ്ങനെ ഒരു സാധനം, അഥവാ വിത്ത് ഈ സിമ്പലായിട്ടൊരു സാധനത്തിൻ്റെ ഉള്ളിലുണ്ട് എന്നാണ്. അങ്ങനെ ഒരാളുണ്ടോ? ഇല്ല. ഇതിൻ്റെ ഇവിടെ ശരിക്കും വേണ്ടത് സബ്സെറ്റിൻ്റെ സിമ്പലാണ് വേണ്ടത്. അതുകൊണ്ടാണ് ഇവിടെ ഫാൾസ് എന്ന് വന്നത് കേട്ടോ. ഇനി അടുത്തത് നോക്കുമ്പോൾ എക്സ് ഇസ് ആൻ ഈവൻ നാച്ചുറൽ നമ്പർ ലെസ് ദാൻ 6. അപ്പോൾ ഏതൊക്കെ വരിക? 2 4. ഇനി എക്സ് ഇസ് എ നാച്ചുറൽ നമ്പർ വിച്ച് ഈസ് എ ഡിവിസിബിൾ വിച്ച് ഡിവൈഡ്സ് 36. 36നെ ഡിവൈഡ് ചെയ്യുന്ന നമ്പറുകൾ ഏതൊക്കെയാ? 1 ഉണ്ട്, 2 ഉണ്ട്, 3 വരും, 3 വരും, 4 വരും, 5 വരൂല, പിന്നെ 6 വരും അല്ലേ? പിന്നെ 1 ഇൻറ്റു എത്രയാണ്? 36 ആണ്. അപ്പോൾ 36 ഉണ്ടാവും. ദെൻ 2 ഇൻറ്റു എത്രയാ? 2 ഇൻറ്റു എത്ര വരിക? 18 ആണ് വരിക. ദെൻ 3 ഇൻറ്റു 12 ആണ് വരിക. ദെൻ 4 ഇൻറ്റു 9 ആണ് വരിക. 5 ഇല്ല, 6 ഇൻറ്റു 6 നോക്കിയേ, 2 2 4 4. അപ്പോൾ എക്സ് ഇസ് ആൻ ഈവൻ നാച്ചുറൽ നമ്പർ ലെസ് ദാൻ 2 എന്ന് പറയുന്നത് നാച്ചുറൽ നമ്പർ വിച്ച് ഡിവൈഡ്സ് 36 എന്ന് പറയുന്നതിൻ്റെ സബ്സെറ്റ് അല്ലേ? ആണ്. അതുകൊണ്ടാണ് അവിടെ ട്രൂ എന്ന് എഴുതിയിട്ടുള്ളത്.